നല്ല മണ്ണുണ്ട്. ക്രീമുകളൊന്നും ഇല്ലേ? ഇതെല്ലാം എന്ത് ക്രീമൊന്നും കൊണ്ടുവന്നില്ലേ? അല്ലെങ്കിൽ എനിക്ക് കയ്യും കാലൊക്കെ മൊഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞാണല്ലോ. ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ക്രീമുകള്. ഇക്കാനോട് ചോദിച്ചു നോക്കട്ടെ. ഒരു ക്രീം പോലും കൊണ്ടുവരും. അല്ല, എന്താ നിങ്ങൾ ക്രീമൊന്നും കൊണ്ടുവന്നില്ലേ? ഞാൻ എത്ര പ്രാവശ്യമായിട്ട് നിങ്ങളോട് വിളിക്കുമ്പോഴൊക്കെ പറയണേ. എന്താണ് പറയണേ? ഞാൻ ബോഡി ലോഷനൊക്കെ കൊണ്ടുവരാൻ എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുമ്പോഴൊക്കെ അല്ല, നിങ്ങൾ ഒരു ക്രീം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് എത്ര വട്ടം വിളിക്കുമ്പോഴൊക്കെ പറയണ ഇല്ലാത്ത കാര്യം. പറഞ്ഞതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിലൊരെണ്ണം പോലും ഇല്ല. നിങ്ങൾ മറന്നിട്ടുണ്ടാവും പറയും. പിന്നെ മാസം മാസം പൈസ അയച്ചു തരുമ്പോ എന്റെ അടുത്ത് വരുമ്പോ എന്ത് സാധനങ്ങളൊക്കെ വേറെ മേടിക്കാനുള്ള കാശ് വേണ്ടേ? ഞാൻ ഉള്ളതിനൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കും, തലവേന്റെ മരുന്ന് കൊണ്ടുവന്നവന്റെ മാപ്പിള എന്ന് പറയും. ഓരോന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? അതൊക്കെ ഓരോന്ന് കൊണ്ടുവരണ്ടേ? വേണ്ടാത്ത സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞ ഒരെണ്ണം പോലും കൊണ്ടുവന്നിട്ടില്ല. കടവ അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങിയിട്ട് ആ തിക്കും തിരക്കില് ഓടിപ്പറഞ്ഞ് വരുന്ന സമയത്ത് എന്ത് മേടിക്കാനൊക്കെ ഓർമ്മ കിട്ടുക? അപ്പൊ ഉള്ളതൊക്കെ പറഞ്ഞ ആ ഓർമ്മയിലെല്ലാം വാങ്ങി. അതാണ് അവിടുത്തെ ഒരു ജനലാവും. അതാണ് ഞാൻ വാങ്ങിക്കാൻ പറയുന്നത്. ഓരോന്നെങ്കിലും വാങ്ങിച്ചിട്ട് വന്നാൽ മതി. എനിക്കുള്ള സാധനം ഒന്നും ഇല്ല ഇതില്. ഇപ്പൊ നീ തൽക്കാലം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി വരുമ്പല്ലേ അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വാങ്ങിട്ട് വരാം. ഇനി വരുമ്പോഴല്ലേ ഇൻഷാല്ല. ആരുണ്ടോ ആരും ഇല്ലയോ? ഉള്ള സമയത്ത് തന്നെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ കൊണ്ടുവരില്ല. അപ്പോഴും നിങ്ങളെ പെങ്ങന്മാർക്കും നിങ്ങളുടെ പെങ്ങന്മാരും മക്കൾക്കൊക്കെ തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും ഓർമ്മ കിട്ടൂല. ഇതിനും വിലപ്പെട്ട സാധനം ഒരു സാധനം ഞാൻ വാങ്ങി തന്നുണ്ട്. അതെന്താ? അതുണ്ട്, ഞാൻ പറയാം. അതെന്താന്ന് പറയേ. എന്താ സർപ്രൈസ്? സർപ്രൈസ് ആയിട്ട് കിടക്കട്ടെ. ഞാൻ വരുമ്പോ നീ കൊണ്ടുവന്നാ മതി. ഞാൻ കൊണ്ടുവരാ, കണ്ടാ മതി. എന്താണ് നിങ്ങളെ കയ്യില്? കാണിച്ചു അവിടെ ഒന്ന് ഇരിക്കേ, കാണിച്ചു തരാം. എന്താണ്? തുറന്നു നോക്കിയോ? എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കുറേശ്ശെ കൂട്ടി വെച്ചിട്ട് വാങ്ങിയതാ. ഓരോ മാസത്തിൽ നിങ്ങള് വീട്ടിലേക്കൊക്കെ പൈസ അയക്കുമ്പോ ശമ്പളം കിട്ടിയില്ല പറഞ്ഞിട്ട് സന്തോഷായി. കുഴപ്പമില്ല. എനിക്ക് ക്രീം ഒന്നും കിട്ടിയിരിക്കണം, വലിയ സാധനം ഒന്നും കിട്ടിയില്ല. അത് മതി, എനിക്ക് സന്തോഷായി. അയ്യോ, വിചാരിച്ചില്ല കേട്ടാ. ഇത് നിങ്ങൾ മേടിച്ചു തന്നല്ലേ എനിക്ക് പെരുത്ത സന്തോഷം. നിങ്ങൾ ക്രീം വാങ്ങിച്ചിട്ട് വന്നതിന് ഞാന് പെങ്ങളുടെ മോൾക്ക് ഒരു മാല മേടിക്കുന്നു വിചാരിച്ചിട്ടിരുന്നതാ. നിങ്ങൾ എന്തിനാ പെങ്ങളുടെ മോൾക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കണം? പെങ്ങളുടെ മോൾക്ക് മേടിക്കണ പെങ്ങളുടെ ഒപ്പം ആ കുട്ടിയുടെ ഒപ്പുണ്ട്. നിങ്ങളല്ലേ മേടിച്ചുകൊണ്ട് കൊടുക്കണം? നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് എനിക്കാ. നിങ്ങളല്ലാണ്ട് പിന്നെ ആരാ എനിക്ക് മേടിച്ചോണ്ട് തരാം? പെങ്ങളുടെ മോൾക്ക് പെങ്ങളുടെ ഒപ്പുണ്ട്. നിങ്ങളല്ലേ മേടിച്ചോണ്ട് കൊടുക്കണ്ട്? കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിന്ന് പിടിച്ചിട്ടല്ലേ നിങ്ങൾ ഇത് വാങ്ങിട്ട് വന്നത്? ഇതിന്റെ ഇടയിൽ പെങ്ങൾക്ക് ഒരു ചയനല്ല. ചയൻ പറയുമ്പോഴേ ഒരു പാവം കിട്ടണമെങ്കിൽ പൈസ എന്ത് വേണം? നിങ്ങൾ അത് ആലോചിച്ചാ? പെങ്ങൾക്ക് അത്യാവശ്യം സ്വർണ്ണം കിട്ടി കെട്ടിക്കൊടുത്തില്ലേ? മതി. പെങ്ങളെ സഹായിച്ചത്. നമ്മൾ നോക്കണം, പിന്നെ ആരെ പെങ്ങളുടെ മാപ്പിളയുണ്ട്, നിങ്ങളെല്ലാം നോക്കുക. നമ്മൾ ഗൾഫിന്ന് വരുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ട ആ കുട്ടിക്ക്. ഗൾഫിന്ന് വരുമ്പോഴേ പെങ്ങളുടെ മാപ്പിള ഇതേപോലെ ആഗ്രഹിക്കില്ലേ അത് വരുമ്പോ നിന്നെ കൊണ്ടുവരുന്നുള്ളത്? എന്ത് പറഞ്ഞാലും പെങ്ങള് എന്തിനാ പെങ്ങളെ കൊണ്ടിട്ട്? ഒരു സന്തോഷമായിട്ട് ഞാൻ എന്ത് വർത്താനം പറഞ്ഞോടിക്കും. അപ്പോഴേക്കും പെങ്ങളെ കൊണ്ടിട്ട് പെങ്ങൾ വരും. ഇനി കുറച്ച് കഴിഞ്ഞാ മണത്ത് പിടിച്ചിട്ട് അങ്ങനെ വന്നത് അറിഞ്ഞാല് പരാതിയൊന്നും ഇല്ല. നീ അങ്ങനെ പറയലേ. ഉപ്പ ഉമ്മ ഇല്ലാത്ത വിഷമത്തെ അത്രയും കഷ്ടപ്പെട്ട് ഞാനില്ല കല്യാണം കഴിച്ചു കൊടുത്തത്. ഉപ്പയുമ്മ ഇല്ലെങ്കിൽ ആങ്ങളമാരെന്നെ കല്യാണം കഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞു. അവർക്ക് ആരുണ്ട്? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ അത് എന്തെങ്കിലും ചെയ്തല്ലേ അവർക്കുള്ളൂ. അത്യാവശ്യം സ്വർണ്ണം ഇട്ടിട്ട് പെങ്ങളെ കല്യാണം കഴിച്ചു എല്ലാ മര്യാദയൊക്കെ ചെയ്തില്ലേ? പെങ്ങളുടെ മോൾക്ക് ആയിക്കോട്ടെ. നമ്മൾ വരുമ്പോ കൊടുക്കുമ്പോ എന്തെങ്കിലും കൊടുക്കുമ്പോ ഒരു സന്തോഷമല്ലേ അവർക്ക്? എപ്പോ വന്നാലും പെങ്ങള് എന്നാ ചൈനും കൊണ്ട് പെങ്ങൾക്ക് കൊടുക്കുകയും പെങ്ങളുടെ കുട്ടിക്ക് ചൈന എടുത്ത് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞില്ലേ? എന്നാ കൊണ്ടുകൊടുക്ക്. എനിക്കൊന്നുമില്ല. എന്റെ സ്വർണ്ണൊക്കെ നിങ്ങൾ എടുത്തതാക്കിയില്ലേ? അപ്പൊ തന്നതിലൊരു പുറ്റൊന്നും ഇല്ല അതില്. ഉണ്ടായിരുന്നേ. എന്റെ പെങ്ങൾക്ക് മേടിച്ചു കൊടുക്കുക എനിക്കറിയാം. അതിപ്പോ നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ വാങ്ങിക്കൊടുക്കും. നീ പറഞ്ഞ വേണ്ട മേടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചു കൊടുക്കും. പിന്നെ ആര് വാങ്ങിക്കൊടുക്കാനാ? വലിയ വർത്താനം പറയണത്. അതെ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറഞ്ഞല്ല. നമ്മള് സന്തോഷമായിട്ട് നിങ്ങൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാണ്. ഞാൻ പ്രശ്നം ഉണ്ടാക്കാനല്ല. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതെന്ന് മാത്രം. നിങ്ങൾ മേടിച്ചു കൊടുത്തോ വേണ്ടെന്ന് ഞാൻ പറയണില്ല. ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഒരു 2-3 മാസം കഴിഞ്ഞ് ഞാൻ ഏതെങ്കിലും കാശ് തിരിമറി ചെയ്ത് ഞാൻ മേടിച്ചു കൊടുത്തോളാം. നീ വലിയ വർത്താനം പറയാൻ നിൽക്കല്ലേ.
നീ എന്ത് ചെയ്യണം? ഈ നേരത്തെ ആരെങ്കിലും അടയ്ക്കുക 7 മണിക്ക്? 10 മണി ശേഷം അടയ്ക്കാൻ പറ്റുള്ളൂ. അത് ശരി, ഞാൻ 10 നാശമായിട്ട് തന്നെ അരക്കുക, നാശമൊന്നും ആവൂല. ഈ നേരത്തെ അരച്ചാ എങ്ങനെയാ നാശാവും? ഞാൻ ഈ നേരത്തെ തന്നെ അരക്കാറ്. എന്തെങ്കിലും കേട് വന്നോണ്ട് എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, അപ്പൊ ശരിയാക്കി എന്ത് ചെയ്യാൻ? ശരി, അതൊന്നും നാശാവൂല. ഞാൻ ഈ നേരത്തെ തന്നെ അരക്കാറ്. ഒരു അരിയല്ലേ. അതെ, നിങ്ങൾ മുഖത്ത് റൂമൊന്നും കണ്ടിട്ടില്ലല്ലോ? ഒന്ന് പോയി നോക്കിയൊക്കെ. സൂപ്പർ ആക്കി വെച്ചിട്ടുണ്ട്, ചെന്ന് നോക്കി. ഞാൻ നോക്കിട്ട് വരാം. വാക്കൊന്നുമല്ല, ഈ നേരത്തെ അരച്ചാ അവർക്ക് എപ്പോഴും ദേഷ്യ. സാറല്ലേ, പോയി നോക്കിയൊക്കെ. ശരി, ഞാൻ മേലെ പോയി നോക്കിട്ട് വരാം. അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടല്ലോ നമ്മളില്ലെങ്കിലും. സൂപ്പറായിട്ടുണ്ട്. വാലടച്ചെടുത്തുണ്ടല്ലോ. ഓ, ആരാ കോളിംഗ് ബില്ല് അടിക്കണിങ്ങനെ? അയ്യോ, പെങ്ങള് ഈ പെണ്ണെന്തിനെ ഇപ്പൊ കെട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എങ്ങനെ മണത്ത് പിടിച്ച് വന്നാണ് അവല്? ഞങ്ങളെ ഫോൺ ചെയ്തിട്ടുണ്ടാവും. വലൈക്കും സലാം. കേറ്. ഇക്ക വന്നാൽ തന്നെ നിനക്ക് ഈ വീടും വഴിയൊക്കെ ഓർമ്മയുണ്ടാവുള്ളൂ, അല്ലാണ്ടൊന്നും നിനക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. എന്ന് വന്നതാ നീ? അങ്ങനെ വന്നാൽ മാത്രം ഈ വീടും വഴിയൊക്കെ ഓർമ്മ ഉണ്ടാവൂലേ? പിന്നെ ഞങ്ങളെയൊന്നും ഓർമ്മ ഉണ്ടാവൂലല്ലേ? അവിടെ ഇരിക്കേ. അങ്ങനെയൊന്നും ഇല്ലത്താ, കുട്ടികൾ സ്കൂളിൽ പോകുകയല്ലേ, ഓരോ തിരക്കുകളും കാര്യം, മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോ മാത്രം തന്നെ ഓർമ്മ വരുള്ളൂ. അതിന് മുന്നൊക്കെ ഞങ്ങളെയൊന്നും ഓർമ്മക്കണ. ഞങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അവിടെ എന്താ സൗണ്ട്? അരി അരക്കാനോ? അത് തന്നെ അരി അരക്കുക, നാളെ ചായക്ക് കടി ഉണ്ടാക്കാന്. അപ്പൊ അത് സൗണ്ട് കേട്ട് കോളിംഗ് ബില്ല് അടിച്ചപ്പോ ഞാൻ നോക്കിയതാ. അപ്പോഴാണ് ഈ ഇങ്ങോട്ട് വന്നിക്കണു. പിന്നെ നിന്റെ മക്കളെ ഒന്നും കൊണ്ടുവന്നില്ലേ ഈ? ഇല്ലല്ലോ, കൊണ്ടുവന്നില്ല, മഴയല്ലേ. അപ്പൊ ഞാനിങ്ങനെ പോന്നു. കെട്ടിയനക്കൊക്കെ പണിയൊക്കെ ഉണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മൾ അന്വേഷിക്കണൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് സുഖം, ഞങ്ങളിവിടെ സുഖം നിങ്ങൾക്കാണെന്ന് അറിഞ്ഞ്. ശരി, ഇരിക്കട്ടെ, വരുമ്പോ വരും. പിന്നെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളെ വന്നാ ഈ വരും എനിക്കറിയാം. അപ്പൊ ഈ അരി ഒന്ന് വരട്ടെ. ശരി, നിനക്ക് ചായ വെള്ളം എടുക്കട്ടെ? ഞാൻ കുടിച്ചിട്ടാ വന്ന്. ശരി. ഇത് പോയിണ്ട് അവിടെ ഇരുന്നല്ലേ. ശരി, ഇക്ക എവിടെ? തന്നെ കണ്ടില്ലല്ലോ. ഉള്ള പഠിച്ചാനെ ഇനിയിപ്പോ തയ്ക്കാന് ചോദിക്കുന്നുണ്ട്. ഇനി അതിന്റെ പേരിൽ പോയിട്ട് എന്തൊക്കെ പോയിട്ട് മോളെ കെട്ടിക്കാനാവും ചെയ്ത്. മോളുടെ സങ്കടവും കാര്യങ്ങളൊക്കെ കേട്ട് ആ മനുഷ്യനെ അവിടെ വാങ്ങിച്ചിട്ട് വന്നാൽ ചേന ഊരി കൊടുക്കുന്ന് പറയാ. ഇപ്പൊ പോകാൻ വിടാൻ പാടില്ല, നാളെ പോയിട്ട് പറയട്ടെ. ആ മനുഷ്യനാണെങ്കിൽ മുകളിൽ കൊണ്ട് എവിടേക്കും പോയിട്ടുമില്ല. പെങ്ങളുടെ വർത്താനം കേട്ടിട്ട് അരിഞ്ഞിട്ട് അങ്ങോട്ട്, അല്ലെങ്കിൽ പെങ്ങള് തൂക്കി തറയിൽ വെച്ചിട്ടിരിക്കുക. ഈ പെങ്ങള് ചെന്ന് നേരിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കും. അതിൻ്റെ ഉള്ളിൽ ഞാൻ പോട്ടെ. നിക്കട്ടെ സാജി, ഇതേ വരാട്ടാ, ഇതെപ്പോ വരാം. എന്താ നീ പറഞ്ഞു? അല്ല, ഇക്ക എവിടെ എത്താ? ഇക്കതാ മുകളിലുണ്ട്. അതെ, എന്നാ പിന്നെ ഞാൻ ഒന്ന്. അല്ല, ഞാൻ സുഖമില്ലാന്നല്ലേ പറഞ്ഞു. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, നീ അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. ഇല്ല, ഞാൻ നീ അവിടെ മതി. ഓ, നീ കയറി ചെന്നിട്ട് വേണം ഉള്ള ഉടായ്പും കണ്ണീരും കയ്യൊക്കെ കാണിച്ചിട്ട് മയക്കെടുക്കാൻ. ആങ്ങളെയും പെങ്ങളെയും കൂടി സംസാരിക്കാൻ വിട്ടാലേ ഈ വീടന്നെ ചിലപ്പോ അങ്ങനെ എഴുതി കൊടുക്കും. അതിനും കൂടി ആങ്ങളെ മടിക്കില്ല. നിങ്ങളിവിടെ വന്ന് മൊബൈൽ നോക്കിട്ടിരിക്കുക. നിങ്ങളെ പൊന്നാരെ പെങ്ങള് വന്നിട്ടുണ്ടാ. ഇന്ന് വർത്താനം പറഞ്ഞേ ഉള്ളൂതാ, വന്നിട്ടുണ്ട് അവിടെ. ഞങ്ങളെ കാണാൻ പറ്റില്ലേ പെങ്ങള്? വന്നോട്ടെ. ഇതുവരെ നിങ്ങളുടെ പെങ്ങൾക്ക് ഈ വഴിയൊന്നും അറിയില്ല, ഇത്താനറിയില്ല, ഇത്താക്ക് മക്കളുള്ളത് അറിയില്ല. ഇപ്പൊ മാത്രം അങ്ങോട്ട് ഇക്ക വന്നാ മാത്രം നിങ്ങളുടെ പെങ്ങള് വരുള്ളൂ. അതാണ് എനിക്ക് അതിനോടുള്ള ദേഷ്യം. ഇതേ വന്നിട്ടുണ്ട് അവിടെ. ദേഷ്യം കുറയ്ക്കും. എന്തൊരു ദോഷം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും പെങ്ങള് അത്ര സ്നേഹമൊന്നും നിങ്ങളെ പെങ്ങൾക്ക് ഞങ്ങളോടില്ല. എന്താ നിങ്ങൾ വരുമ്പോ മാത്രം സാധനത്തിന് വേണ്ടിട്ടാ കൊതിച്ചോളൂ. അറിയോ, വന്നാ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിട്ട്. അല്ല, പൈസ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കണ്ടാ. പൈസ ഒക്കെ ചോദിച്ചാൽ കൊടുക്കണ്ട. പൈസക്ക് വേണ്ടി വന്നിക്കാണ്. അതെ, മോളൊക്കെ കണ്ടു, പൈസക്ക് വേണ്ടി മോള് കല്യാണം. അത് ആങ്ങളുടെ സ്നേഹം കൊണ്ട് ആങ്ങളെ കാണാൻ വരുന്നല്ലേ. അപ്പൊ ആങ്ങളുടെ പ്രായമാണെങ്കിൽ ആങ്ങളുടെ പെണ്ണുങ്ങളും മക്കളൊക്കെ ഉണ്ട്, അതെന്താ കാണാൻ വരാത്തത്? ആങ്ങളെ വരുമ്പോ മാത്രമേ ഉള്ളൂ. എന്നാലും ആങ്ങളെ വരുമ്പോഴല്ലേ ആങ്ങളെ നീ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ എന്തെങ്കിലും പുറത്താ ചീത്ത പറയാൻ വരാണ്ട്. ഞാൻ ചീത്ത പറയേ? ഇതേ ഇപ്പൊ നിങ്ങൾ ആങ്ങളുടെ അല്ലെ പെങ്ങൾക്ക് തന്നെ ചായയും കടിയും ഒക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഇതേ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇങ്ങോട്ട് കയറാൻ വയ്യത്താ, പോയിട്ടൊന്ന് വിളിച്ചിട്ട് വരുമോന്ന് വെച്ചിട്ട് ഇപ്പൊ ഞാൻ വിളിക്കാമെന്താ?
അവൾക്കൊന്ന് കയറി ഇങ്ങോട്ട് വരാൻ പറ്റൂല. ഞാനാണ് ചെന്നിട്ട് ഈ കാലുവേദനയോടെ കയറി വന്നത് അറിയാ. പിന്നെ ഒരു കാര്യം, മോളുടെ കല്യാണം എന്താ ശരിയായിട്ടുണ്ട് എന്നൊരു സൂചന പറഞ്ഞു കേട്ടു. അതിന്റെ കാര്യത്തിൽ വല്ല കാശ് ഒക്കെ വന്നല്ലേ, വല്ല ദുബായിൽ നിന്നൊക്കെ പൈസ ഒക്കെ നല്ലോണം കൊണ്ടുവന്നാണ് അവരുടെ വിചാരം. അത് ചോദിച്ചിട്ട് മാത്രം കാശ് വല്ലതും ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പറയാം ആ മോദി ചെയ്യാൻ കൊണ്ടുവന്നല്ലേ അത് എടുത്തു കൊടുക്കുമെന്ന് പറയും. അവളുടെ മുന്നിൽ മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശരിയാക്കും. എൻ്റെ കയ്യിൽ 10 പൈസയില്ല എന്ന് പറഞ്ഞു. അവർക്ക് അത്യാവശ്യം പൈസ ഉണ്ട്, എന്നാലും ആങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് മേടിക്കാം. എന്താ ഇനി അത് കേട്ടിട്ട് പെങ്ങള് എന്ന് പറഞ്ഞത് മെഴുകുന്നതല്ലേ, അതാ നേരത്തെ ഓടി വന്നത്. എന്താ അവള് കയറി വരാത്ത ഭാഗ്യം. ഇത്ത പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞാച്ചതാ. കേറി വരാത്തത് കൊണ്ടാണോ അത് നീ വിടാൻ കൂട്ടാക്കത്തുണ്ടോ? എന്നോട് പറഞ്ഞു കാല് ഭയങ്കര വേദന, ഇത്ത ഒന്ന് വിളിച്ചിട്ട് വായോ എനിക്ക് വയ്യ കയറാനു എന്ന് പറഞ്ഞു. നിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഞാൻ നേരിട്ട് പോയി ചോദിച്ചാലേ അറിയുള്ളൂ. കണ്ട അപ്പോൾ നിന്നെ ഇവിടെ വലുതവളാണല്ലേ. പെട്ടിയിൽ വെച്ച സാധനങ്ങൾ ഒന്നും തന്നെ എടുത്തു വെച്ചില്ല. ഇവിടെ പെട്ടെന്ന് ഈ രാത്രി വരുന്നു. എനിക്കറിയാം, ഞാൻ ചെയ്തോളാം. അല്ല നീ ആ പെട്ടിയത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പാക്കിങ് ചെയ്തിട്ട് പെങ്ങൾക്ക് കൊടുത്തേക്കണ്ട കേട്ടാ. എന്റെ സ്വഭാവം നിങ്ങൾ അറിയോ? അപ്പൊ അത് ഞാൻ എന്താ വേണ്ടത് ഞാൻ ചെയ്തോളാം. മോളെപ്പത്തി ചായ ഞാൻ കുടിച്ചിട്ടാ വന്നത്. പിന്നെ എന്തൊക്കെയാണ് അടിയന്റെ വിശേഷങ്ങളൊക്കെ? അങ്ങനെ ഇരിക്കണോ? പിന്നെ ഇക്കാന്റെ യാത്രയൊക്കെ എങ്ങനെയുണ്ട്? സുഖമായിരിക്കുന്നു. മോളെന്ത് പറയണോ? മോൾക്ക് ഇതാ ഒരു കല്യാണാലോചന റെഡിയാണോ പോലെ ഉണ്ട്. പഠിപ്പൊക്കെ കഴിഞ്ഞല്ലോ, അതും കൂടി ഒന്ന് പറയാ പറഞ്ഞിട്ട് വന്നതാണ്. എവിടുന്ന ആലോചന വന്നിട്ടുള്ളത്? നല്ലതൊക്കെ നോക്കിണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷെ അപ്പൊ ഞാൻ ഇക്കയും കൂടെ വന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് ഞാനും വരാം നോക്കാനൊക്കെ. നോക്കാം. അപ്പൊ അതും പറഞ്ഞിട്ട് പോകാം. ഇപ്പൊ ഇക്ക വന്നത് ഞാൻ അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇക്ക വന്ന വിവരം. അപ്പൊ ഞാൻ വരുന്നത് ഇവിടെ നിന്ന് ആരും വിളിച്ച് പറഞ്ഞില്ലേ? എങ്ങനെ വിളിക്കുക? ആങ്ങളെ വരുമ്പോ തന്നെ നിങ്ങളെ പെങ്ങൾക്ക് വഴി അറിയുള്ളൂ, ഈ വീടിന്റെ ഓർമ്മ ഉണ്ടാവുള്ളൂ. അല്ലാണ്ടൊന്നും നിങ്ങളെ പെങ്ങൾക്ക് ഈ വഴി അറിയില്ല, ഓർമ്മയില്ല. അപ്പൊ പിന്നെ എന്തിനാ വിളിച്ച് അന്വേഷിക്കാനുള്ളത്? കണ്ടില്ലേ, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ നിങ്ങളെ പെങ്ങള് കണ്ടില്ലേ? ഞാൻ ഇക്കാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ സഹിച്ചോ? നിങ്ങളെ കാണിക്കലൊക്കെ അങ്ങനെയാ. ഇക്ക വരുമ്പോ മാത്രം ഒരു സ്നേഹം, ഇക്ക പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളോട് ഒരു സ്നേഹം ഇല്ല, ഒന്നുമില്ല. ഞാനിപ്പോ ഇക്കാനോട് ആ കാര്യം ഇപ്പൊ ഇവിടെ പറയാമെന്ന് ഇക്ക വന്നു പറഞ്ഞപ്പോ ഞാൻ പറയാണ്, എന്തായാലും കാര്യം ഉറപ്പിച്ചിട്ടല്ലേ, അപ്പൊ ഒന്ന് കണ്ടിട്ട് ഉറപ്പിച്ചിട്ട് വന്നതാണ്. എന്തിനാ ഇക്കാനെ കാത്തു നിക്കണേ? അല്ല, ഇക്കാനെ എന്തിനാ മോള് കാത്തു നിക്കണേ? അന്റെ മോളുടെ കല്യാണം നിനക്ക് ഉറപ്പിച്ചൂടെ? മാമാക്ക് അപ്പടി മര്യാദ നിങ്ങൾ കൊടുത്തിട്ട്, മാമ വരുമ്പോ മാത്രം മാമാടെ ഓർമ്മയുള്ളൂ. മാമാടെ മക്കളെയോ മാമാടെ ഭാര്യനെ ഒന്നും വേണ്ട. എന്താ മാമാന് മാത്രം ഇത്ര സ്നേഹം? ഇക്ക വാങ്ങി തന്നത് കൊറേ അല്ലേ, എപ്പോഴെപ്പോഴും ഇക്കാക്ക് തരാനുണ്ടാവോ? ഇക്കാക്ക് ഒരു കുടുംബമൊക്കെ ആയതല്ലേ. നീ ഒന്നും ഉണ്ടായിരുന്നേ, അത് ഇക്കാരെ കാണാൻ വേണ്ടി വന്നതാ. നീ എന്നാ എന്നോട് ഇങ്ങനെ വർത്താനൊക്കെ പറയാൻ നിൽക്കണേ? നിങ്ങള് കണ്ടോളെ, ഞങ്ങളും മകളും കണ്ടോളെ. കൊറേയൊക്കെ കൊടുത്തില്ല, അത്യാവശ്യം സ്വർണവും പണവും എല്ലാം കൊടുത്തു, എല്ലാം മര്യാദ ചെയ്യില്ല. ഇനിയും ഇക്കാന്റെ വാങ്ങിട്ട് പോവാനല്ലാന്ന് പറഞ്ഞില്ലേ നിങ്ങളെ മകള് നിങ്ങളെ മുന്നില്? അപ്പൊ എന്താ എപ്പോഴെപ്പോഴും വാങ്ങിട്ട് പോവാനേ? നിങ്ങൾക്ക് കുടുംബം വന്നത് അപ്പൊ കാണാൻ വേണ്ടി വന്നത്? സ്വത്തം മുതൽ ആഗ്രഹിച്ചിട്ടാണോ വന്നത്? എത്ര കൊല്ലം അപ്പൊ ഇടക്കൊന്ന് വരാ, ആങ്ങളുടെ വീടാണെന്ന് പറഞ്ഞിട്ട് ഇടക്ക് വരാ പോവാ. ആങ്ങൾ വന്നാ മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇടയ്ക്ക് വരികയാണെങ്കിൽ അപ്പൊ നീ കുത്തി കുത്തിയുള്ള വർത്താനം അത് വന്നാൽ നിർത്തും. ഞാൻ കാരണം ഇനി വല്ല പ്രശ്നമൊന്നും വേണ്ടക്ക. ഞാന് ഫോട്ടോ തന്നെ എന്താ ഇപ്പൊ പറഞ്ഞു തന്നതൊക്കെ ഞാൻ കേട്ടു, ഒക്കെ ഇല്ലാത്ത നോണങ്ങളാ പറഞ്ഞത്. ഇനി ഞാനായിട്ടൊരു പ്രശ്നത്തിൽ നിക്കണ്ട. ഇക്കാനൊന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ വന്നപ്പോ അത് കണ്ടു. പിന്നെ എന്തായാലും ഇനി മോളുടെ കാര്യത്തിനൊന്ന് വന്നിട്ട് ഇക്ക നാളേക്കൊന്ന് അങ്ങോട്ട് വായോ, ഇത്താനെയും കൂട്ടിട്ട് വായോ. അവര് കുറച്ച് ആൾക്കാർ വരുമ്പോഴേ അപ്പൊ എന്തായാലും നിങ്ങള് വരണല്ലോ, അപ്പൊ തനിയും കൂട്ടിട്ട് വായോ. നമ്മള് കാരണം ഒരു ശല്യം വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞു തരുന്നത്. ഇത്ത പറഞ്ഞു തരുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ പറഞ്ഞു തരുന്നത്. എങ്ങനെയാ ഇങ്ങോട്ട് കേറി വരിക? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാനും രണ്ടാളും വരുന്നുണ്ട്. സാധനം എടുത്ത് വെച്ചോണ്ട് കൊടുത്തു കൊടുത്തേ. ഒന്നും വേണ്ടക്ക പോട്ടെ.
ഞാനിന്ന് ഇറങ്ങട്ടെ. ഇരിക്കിരിക്കി ഭക്ഷണം കഴിച്ചിട്ട് പോവാ. എവിടെ വന്ന് ഞാൻ ഇരിക്കി ഭക്ഷണം കഴിച്ചിട്ട് പോവാ. ഇല്ല കൊഴപ്പില്ല. ഇല്ലക്ക ഞാൻ പോട്ടെ. ആളെയും വരാനായല്ലോ. ശരിക്ക ഞാൻ പോട്ടെ. എന്നാ വണ്ടി പിടിച്ചു വന്ന വണ്ടി. അതെ ഞാൻ അവള് പറഞ്ഞൊന്നും കാര്യാക്കണ്ടാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ. ശരി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പേക്കും പെങ്ങളുടെ അങ്ങനെ നീ എന്തിട്ട് പണി ചെയ്യുന്നു? ഞാൻ എന്തിട്ട് പറഞ്ഞേ? ഒരാങ്ങളുടെ കാണാൻ പെങ്ങൾ ഇത്രയും വഴിയാകലെന്ന് വന്നിട്ട് നീ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറയാൻ. നിങ്ങൾ പെങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഓ ഇങ്ങനെയൊന്നും അല്ല, അതിനെ വരാത്തത് എടുക്കാത്ത. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മിണ്ടിയാ? എന്ത് മിണ്ടിയാ? ഞാൻ എന്താ മിണ്ടാത്തത്? നീ പങ്കു കൂടെ തല്ലുകൊണ്ടാ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. നീ ഒരിക്കലും പറയാൻ പാടാത്ത കേസൊക്കെ നീ പറഞ്ഞത്. അതുകൊണ്ട് 2-3 സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ നീ കൊടുക്കാൻ കൊടുക്കൂല. അങ്ങനത്തെ വാർത്താനാ നിങ്ങൾ പെങ്ങള് വലിയ മാമൂസ് കാണിച്ചിട്ട് പോയത്. പല പണക്കാരിയാണ്. പണക്കാരിക്ക് വലിയ പവർ കാണിച്ചിട്ട് പോയതാ. ഞാൻ വരില്ലേട്ടാ. നാളെ നിങ്ങളെ പെങ്ങളുടെ അവിടേക്ക് പോകുമ്പോ നിങ്ങൾ പൊക്കോ. ആങ്ങളെയല്ലേ വിളിക്കാൻ പറഞ്ഞത്. അങ്ങനെ പൊക്കോ. ഈ ആവശ്യമില്ലാതെ നിൽക്കണ്ടോ. ഓരോ തല്ലുകൂട്ടം വേണ്ട. ഞാനിപ്പോ അത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് വന്ന് പെങ്ങന്മാരും എന്റെ ഉമ്മമാരും ഒക്കെ ഉള്ള ഇതുകൊണ്ടല്ലേ സ്നേഹത്തിൽ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോണത്. നീ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഇവരൊന്നും പിടങ്ങി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് നിങ്ങളെ പെങ്ങളെ പോണ്ട കാണണ്ടെന്നാ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അവിടെ പോയിട്ട് എന്തൊക്കെ പറയും? ആങ്ങളുടെ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ പറയാ അവിടെ? അതെ ഒക്കെ ഞാൻ സ്നേഹിച്ചു തന്നെയാ. നിങ്ങളെ പെങ്ങന്മാരെ കിട്ടുമ്പോഴുള്ള സ്നേഹം തന്നെയാ. അത് കഴിഞ്ഞാൽ ഒരു സ്നേഹമില്ല, ഒന്നുമില്ല. ആര് പറഞ്ഞേ? നീ കണ്ടിട്ടുണ്ടാ? നീ വന്നപ്പോ വീട്ടിലിപ്പോ തല്ലുകൂട്ടം. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളെ പെങ്ങന്മാരെ തന്നെ തൂക്കി തലി വെക്കുള്ളൂ. നമ്മളെന്ത് പറഞ്ഞാലും നമ്മള് വന്നവരല്ലേ, നമുക്ക് അത്രക്ക് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ പെങ്ങളും മക്കളും എല്ലാവരും. ഈ സ്വഭാവം കൊണ്ട് നടന്നാലേ ഒരിക്കലും നന്നാവില്ല കേട്ടോ. അവളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഈ സ്വഭാവം മാറ്റിച്ചിട്ടേ നാളെ പെങ്ങളുടെ മോളുടെ പരിപാടിയാണ് എൻഗേജ്മെന്റ്. അതിന് വന്നോളൂട്ടാ. വരാണ്ട് മാത്രം ഇരുന്നാ അപ്പൊ എന്റെ സ്വഭാവം മാറും. നോക്കിയോ?